ഹായ് നമസ്കാരം. ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വന്നതാണേ. നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി മെമ്പറുടെ ഐഡി കാർഡ് മിസ്സായി. എവിടെ പോയി എന്നറിയത്തില്ല. അപ്പോൾ ആ കാർഡ് മിസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആകെ നമ്മൾ മൊത്തം തപ്പി. എന്നിട്ട് കിട്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മളത് അപ്ഡേഷന് വേണ്ടി കൊടുത്തപ്പം നമുക്ക് വേണ്ടി വന്നിരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫോട്ടോയും അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആളുകളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് പൈസയൊക്കെ അയച്ചു കൊടുത്ത് അവരതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഫോമിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ട്രാക്ക് ചെയ്താൽ മതി. ഒരു മാസം കഴിയുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ അപ്ഡേഷൻ എന്തായി എന്നൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. അപ്പം മെയിനായിട്ട് ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം നഷ്ടപ്പെട്ടു പോയി പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു എന്നൊന്നുമല്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അക്ഷയ സെൻറ്ററിലോ ജനസേവയിലോ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും. മെയിനായിട്ട് ഞാനിവിടെ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഐഡി കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പം എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മെയിനായിട്ട് വരുന്ന OTP ആണ്. പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ വോട്ടേഴ്സ് ID ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിനെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരേ മൊബൈൽ നമ്പർ ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കളയാതെ അത് നമ്മുടെ കൈവശം സൂക്ഷിക്കുകയും അതെപ്പോഴും ആക്റ്റീവ് ആക്കി വെക്കുകയും ചെയ്യുക എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ വോട്ടേഴ്സ് ID എന്ന് പറയുന്നത് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടേഴ്സ് ID വേണമെന്ന് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിവതും ഇപ്പോൾ എന്താവശ്യം വന്നാലും മെയിൻലി ആളുകൾ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡ് ഉണ്ടോ, പാൻ കാർഡ് ഉണ്ടോ എന്നത് മാത്രമാണ്. നമ്മൾ ID കാർഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇന്നത്തെ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ വേണ്ടെന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് നാളെ വേണമെന്ന് പറയുന്ന ഒരു സമയം വരും. ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മൊബൈൽ നമ്പറുകൾ നമ്മുടെ കയ്യിൽ കളയാതെ ആക്റ്റീവായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എനിക്കങ്ങനെ ഒരു സംഭവം ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. കാരണം ആ നമ്പർ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ കുറേ അല്പസ്വല്പം ഇത്തിരി വിഷമിക്കേണ്ടി വന്നുവെങ്കിലും അത് അവർ ശരിയാക്കിയൊക്കെ തന്നു. അതുകൊണ്ട് നമ്മൾ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ മൊബൈൽ നമ്പർ കളയാതിരിക്കുക. കഴിവതും ഇത്രയും ഐറ്റമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു നമ്പറാക്കി വെക്കുക. അത് ആക്റ്റീവാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഈവനിങ്. താങ്ക് യു.